ചരിത്രത്തിലെ ഏറ്റവും കടുത്ത ആഭ്യന്തര കലഹത്തിലേക്കും വലിയൊരു ചേരിതിരിവിലേക്കുമാണ് CPM ഒടുവിൽ വഴിമാറുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തിന് പിന്നാലെ പാർട്ടിയിൽ അസാധാരണമായ അഴിച്ചുപണികളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്ന സൂചനകൾ ശക്തമായി. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി തിരുത്തൽ വാദവുമായി രംഗത്തെത്തിയതോടെ CPMന്റെ ഔദ്യോഗിക നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുകയാണ്. വരാനിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ പാർട്ടിയെ കാത്തിരിക്കുന്നത് വിപ്ലവകരമായ മാറ്റങ്ങളോ അതോ പിളർപ്പിന് സമാനമായ ആഭ്യന്തര യുദ്ധമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉയരുന്നത്. VS പിണറായി യുഗത്തിലെ വിഭാഗീയതയുടെ കറുത്ത നാളുകളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് CPM ഇപ്പോൾ കടന്നുപോകുന്നത്. പാർട്ടിക്കുള്ളിലെ അധികാര സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന പുതിയൊരു അച്ചുതണ്ടാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒരേ മനസ്സോടെ ഔദ്യോഗിക പക്ഷത്ത് നിലയുറപ്പിക്കുമ്പോൾ അവരെ നേരിടാൻ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിലെ ജയരാജത്രയങ്ങൾ കൈകോർത്തു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ എന്നിവർ ഒന്നിച്ച് മറുപക്ഷത്ത് നിലയുറപ്പിച്ചത് പിണറായി ഗോവിന്ദൻ സഖ്യത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളെയും പാർട്ടി വിട്ടുപോയവരോടുള്ള സമീപനങ്ങളെയും ചൊല്ലി ഇരുപക്ഷവും തമ്മിലുള്ള പോര് മുറുകുകയാണ്. നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ശൈലിക്കെതിരെയും പാർലമെന്ററി പാർട്ടിയിലെ വീഴ്ചകൾക്കെതിരെയും മുൻ ധനമന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KN ബാലഗോപാൽ നടത്തിയ ഒളിയമ്പുകൾ പാർട്ടിക്കുള്ളിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചത്. പിണറായി വിജയൻ വേണ്ടത്ര തിളങ്ങുന്നില്ലെന്ന വികാരം പരസ്യമാക്കിയ ബാലഗോപാലിനെ രാഷ്ട്രീയമായി തളയ്ക്കാനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ സജീവമായി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി LDFിലെ രണ്ടാം കക്ഷിയായ CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് പദവി വിട്ടു നൽകാനാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ആലോചന. ഉപനേതാവ് പദവി വഴിമാറുന്നതോടെ ബാലഗോപാലിന്റെ പാർലമെന്ററി സ്വാധീനവും പ്രസക്തിയും വെട്ടിച്ചുരുക്കാൻ സാധിക്കുമെന്നാണ് പിണറായി അനുകൂലികളും കരുതുന്നത്. പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ ചീഫ് കോർഡിനേറ്ററും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പുത്തലത്ത് ദിനേശന് നേരെയും ഇത്തരത്തിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ വാളോങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പുത്തലത്ത് ദിനേശൻ എഴുതിയ കുറിപ്പുകളും വിശകലനങ്ങളും പാർട്ടി ലൈന് വിരുദ്ധമാണെന്നാണ് ഗോവിന്ദൻ പക്ഷത്തിന്റെ വിലയിരുത്തൽ. തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ തുറന്നു പറഞ്ഞ് പാർട്ടിയെ തിരുത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ലേഖനം ദേശാഭിമാനി ചീഫ് എഡിറ്ററുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായാണ് കാണുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പുത്തലത്ത് ദിനേശനെ ദേശാഭിമാനി ചീഫ് എഡിറ്റർ സ്ഥാനത്തുനിന്ന് മാറ്റാൻ സാധ്യതയേറി. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ ചർച്ചകൾ നടന്നപ്പോൾ ഗോവിന്ദൻ തന്നെ ഇടപെട്ട് അത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് MA ബേബിയാണ് തിരുത്തൽ വാദത്തിന്റെ ആദ്യ വെടി പൊട്ടിച്ചത്. എന്നാൽ തോൽവിയുടെ പേരിൽ വ്യക്തികളെ മാത്രം കുറ്റപ്പെടുത്താൻ പാർട്ടി മുതിരാറില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പിണറായിയും ഗോവിന്ദനും ചേർന്ന് ബേബിയെ പ്രതിരോധിച്ചു. എന്നാൽ ഇതിന് പിന്നാലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥിത്വം പിഴച്ചുവെന്ന് പരസ്യമായി തുറന്നു പറഞ്ഞ് MV ജയരാജൻ രംഗത്തെത്തിയത് ഗോവിന്ദനെ ചോടിപ്പിച്ചു. പാർട്ടി വിട്ടുപോയ TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയും തിരികെ കൊണ്ടുവരണമെന്ന ജയരാജന്റെ വാദത്തെ വർഗവഞ്ചകർക്ക് ഈ പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് തുറന്നടിച്ചാണ് ഗോവിന്ദൻ തള്ളിക്കളഞ്ഞത്. മുൻപത്തെ പോലെ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ പൂർണ്ണമായി വിധേയത്വം കാണിക്കാൻ സംസ്ഥാന കമ്മിറ്റിയിലെയും സെക്രട്ടേറിയറ്റിലെയും ഭൂരിഭാഗം നേതാക്കളും ഇപ്പോൾ തയ്യാറല്ല എന്നതാണ് നിലവിലെ സാഹചര്യം. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ പഴയ വിധേയ സ്വരത്തിലല്ല സംസാരിക്കുന്നത്. സംഘടനയിലും പാർലമെന്ററി രംഗത്തും ഒരേപോലെ വലിയ അഴിച്ചുപണിയും മാറ്റവും വേണമെന്ന് വാദിക്കുന്ന ഒരു വലിയ വിഭാഗം നേതാക്കൾ പാർട്ടിക്കുള്ളിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം വിദേശ നിക്ഷേപ കാര്യത്തിൽ പാർട്ടി മുഖപത്രം എടുത്ത നിലപാടിനെ പിണറായി വിജയനും തോമസ് ഐസക്കും കൈയോടെ തള്ളിയതും നേതൃത്വത്തിന് കീഴിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഈ അസാധാരണ സാഹചര്യത്തിൽ ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗം പാർട്ടിയുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒന്നായി മാറും.